എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തിൽ അവിടെ വികാരിമാരായി വരുന്നവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞു. ഞാൻ ഓർക്കുന്നത് അവർ പള്ളിയിലെ സർവീസ് കഴിഞ്ഞാൽ ഒരു കാലം കൂടെയും തൂക്കി ഇങ്ങനെ ഇറങ്ങും, എല്ലാ ഇടവഴികളിലൂടെയും പോകും, എല്ലാ വീടുകളിലും കയറും. ഞങ്ങളൊക്കെ ചെറുപ്പക്കാർ സ്കൂളിലും കോളേജിലും കലിങ്കിലൊക്കെ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അവരെ വിഷ് ചെയ്യും. നാട്ടിലൊരു ചടങ്ങ് നടത്തിയാൽ അവരെ വിളിക്കും. ഗ്രാമങ്ങളിൽ നഗരങ്ങളിലെല്ലാം ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്നവരായിരുന്നു വൈദികർ. എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ മതത്തിലും പെട്ട ആളുകൾ അവരെ വലിയ ഇതോടുകൂടി കണ്ടിരുന്നു. അവർ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ച് ആ വീടുകളിൽ എന്താണ് അവരുടെ സങ്കടം, എന്താണ് പ്രയാസം, എന്താണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഞാനിത് വളരെ നന്നായി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അവർ കൊടുത്തിരുന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവും എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇതിനേക്കാൾ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കാലത്ത് ആശ്വാസത്തിന്റെ വചനവുമായി ഒരു കാലം കൂടെയും തൂക്കി ഒരു വൈദികന്റെ വീടിന്റെ പടി കടന്നുള്ള ഒരു വരവ് എന്ന് പറയുന്നത് ആ കുടുംബത്തിന് ഒരുപാട് ആശ്വാസം ഉണ്ടാവുക. അന്ധകാരത്തിൽ വെളിച്ചം എത്തിക്കുന്നത് പോലെ പ്രകാശവുമായിട്ടാണ് വൈദികർ സഞ്ചരിച്ചിരുന്നത്. ആ ഒരു പഴയ കാലത്തേക്ക് നിങ്ങളും നിങ്ങളുടെ ഒരു പുതിയ തലമുറയും പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ കടന്നു പോകണം എന്നാണ് എൻ്റെ വിനയപൂർവമായ